Welcome to Decode PubAd, powered by Island IAS. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓപ്ഷനിലെ പേപ്പർ 2 ആണ് നമ്മളിന്ന് അനലൈസ് ചെയ്യുന്നത്. പേപ്പർ 2-ൽ ആദ്യമായി വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇവല്യൂഷൻ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. നമ്മളിന്ന് കാണുന്ന ഈ ഗവൺമെൻറ് സ്വാതന്ത്ര്യത്തിന് ശേഷം പൊട്ടി വീണതല്ല. ഇതിനു മുമ്പ് ഇതിനൊരു ബേസ് ഉണ്ട്. അതായത് കൗടില്യാസ് അർത്ഥശാസ്ത്ര തൊട്ട് ബ്രിട്ടീഷുകാർ വരെ ഉപേക്ഷിച്ചിട്ട് പോയ അല്ലെങ്കിൽ അവർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പല ലെഗസിയും ഇന്നത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവല്യൂഷൻ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ്, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ് അതിനെ അനലൈസ് ചെയ്യുന്നത്. പിന്നെ വരുന്ന സിലബസ് പോയിന്റ് എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്ട്സ് ഓഫ് അഡ്മിനിസ്ട്രേഷനാണ്. അതിൽ ആദ്യമായി തന്നെ ഡിസ്കസ് ചെയ്യുന്നത് ഗവൺമെൻറ് എന്ന് പറയുന്ന ഐഡിയയാണ്. ഗവൺമെൻറ് എന്ന് പറയുന്ന ഐഡിയ അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസ് ഉണ്ട്, ഫിലോസഫിക്കൽ ആയിട്ടുള്ള ബേസുമുണ്ട്. അപ്പോൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫിലോസഫിക്കൽ ബേസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പം ബ്യൂറോക്രസി എന്താണെന്നുള്ളതും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിമൈസിൽ ഒന്ന് പഠിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആണ്. ഓൾദോ ഗവൺമെൻറ് പറയുന്നത് ദി ഗവൺമെൻറ് ഹാസ് നോ ബിസിനസ് ഇൻ ബിസിനസ്, ഗവൺമെൻറ് ബിസിനസ്സിൽ ബിസിനസ് ഒന്നുമില്ല എന്നാണെങ്കിലും ഗവൺമെൻറ് പല ബിസിനസ്സും ചെയ്യുന്നുണ്ട്. പല പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അവർക്കൊരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ പോരായ്മകൾ അനലൈസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ വരുന്നത് യൂണിയൻ ഗവൺമെൻറ് ആണ്. യൂണിയൻ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്റർ ഉണ്ട്. ഏറ്റവും പവർഫുൾ ഓഫീസ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്ന് പറയുന്ന ഓഫീസാണ്. അപ്പോൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും, മിനിസ്ട്രീസിനെ പറ്റി ഡിസ്കസ് ചെയ്യും, ഡിപ്പാർട്ട്മെൻറ്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യും. അത് തന്നെ സ്റ്റേറ്റ് സൈഡിലും നമ്മൾ ഡിസ്കസ് ചെയ്യും. സ്റ്റേറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മേക്കപ്പ്, അതിൻ്റെ സെറ്റപ്പ്, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സ്, മിനിസ്ട്രീസ്, ഇങ്ങനെയുള്ള ആസ്പെക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഡിസ്ട്രിക്റ്റിലേക്ക് വരുമ്പോൾ ഡിസ്ട്രിക്ട് ലെവലിലും നമ്മൾ അതിൻ്റെ ഒരു അനാലിസിസ് എടുക്കുന്നുണ്ടാവും. ഒപ്പം നമ്മളുടെ എക്കണോമി, നീതി ആയോഗ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ വരുന്നതിന് മുമ്പ് വരെ പ്ലാനിങ് കമ്മീഷൻ ത്രൂ ഒരു പ്ലാൻഡ് എക്കണോമിയായിരുന്നു. പ്ലാൻഡ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുകയാണ് 5 വർഷത്തേക്ക് രാജ്യത്തിൻ്റെ റിസോഴ്സസ് മുഴുവൻ ഫോക്കസ് ചെയ്യുന്നത് ഈ മേഖലകളിലാണ് എന്ന് പ്ലാൻ ചെയ്യാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ പ്ലാൻസിന് എത്രത്തോളം അഡ്മിനിസ്ട്രേഷനിലും അതിൻ്റെ ഇമ്പാക്റ്റിലൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻസിലും ഡിസ്കസ് ചെയ്യുക. പിന്നെ വരുന്ന മേജർ സിലബസ് ടോപ്പിക് എന്ന് പറയുന്നത് സിവിൽ സർവീസസ് ആണ്. സിവിൽ സർവീസസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ ഉൾപ്പെടെയുള്ള, നിങ്ങൾ IAS IPS മാത്രമല്ലല്ലോ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ റിക്രൂട്ട്മെൻറ്റ്, ഇവരുടെ ട്രെയിനിങ്, ഇവർ എത്രത്തോളം സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് സർവീസ്, എത്രത്തോളം നമുക്ക് ആ വാല്യൂസ് ഇവരിൽ ഇൻസ്റ്റിൽ ചെയ്യാൻ പറ്റും. അതുപോലെ മാറുന്ന ലോകത്തിനനുസരിച്ച് AI ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് സിവിൽ സർവീസസിനെ റിഫോം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റാണ് സിവിൽ സർവീസിൽ വരുന്നത്. പിന്നെ വരുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഒരു ലെവൽ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ അഡ്മിനിസ്ട്രേഷനും ഉണ്ട്. 2 ഡയമെൻഷനും ഉണ്ട്. അപ്പോൾ ആ ആസ്പെക്റ്റാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് സിൻസ് ഇൻഡിപെൻഡൻസിന് ശേഷം എത്രത്തോളം അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ GS പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ, സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ, ഇവരുടെ റെക്കമെൻഡേഷൻസ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്ന് പറയുന്ന ഹെഡിങ്ങിൽ ഡിസ്കസ് ചെയ്യുക. പിന്നെ വരുന്ന ഒരു സിലബസ് പോയിന്റ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. റൂറൽ ഡെവലപ്മെൻറ്റിന് അഡ്മിനിസ്ട്രേഷൻ വളരെ വലിയ റോളുണ്ട്. അപ്പോൾ എത്രത്തോളം അഡ്മിനിസ്ട്രേഷൻ ഇഷ്യൂസ് ഉണ്ട് റൂറൽ ഡെവലപ്മെൻറ്റ്. അവിടെ ഫണ്ടിൻ്റെ അലൊക്കേഷൻ മാത്രമല്ല, ഈ ഫണ്ട് എങ്ങനെ യൂസ് ചെയ്യുന്നു, എത്രത്തോളം റൂറൽ ട്രാൻസ്ഫോർമേഷൻ ഈ ഫണ്ടിന് കൊണ്ടുവരാൻ പറ്റുന്നു, അവിടെയുള്ള പോളിസീസ് മതിയോ, ഇങ്ങനെയുള്ള ഒരുപാട് അനാലിസിസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റ് സിമിലറായി നമ്മളൊരു അർബൻ കോണ്ടെക്സ്റ്റിൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അർബൻ ലോക്കൽ ഡെവലപ്മെൻറ്റ് ഉൾപ്പെടെയുള്ള സാധനം, ഇതൊക്കെയും നമ്മളുടെ ഈ പേപ്പർ 2-ലെ ഇമ്പോർട്ടൻറ്റ് സിലബസ് പോയിന്റ്സ് ആണ്. അടുത്തതായി വരുന്ന സിലബസ് പോയിന്റ് ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതായത് നമ്മളൊരു ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പം നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരുന്ന 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഒരെണ്ണം വില്ലേജ് ഓഫീസ് ആയിരിക്കും, റവന്യൂ അഡ്മിനിസ്ട്രേഷൻ്റെ അടി വരുന്നത്. 2 പോലീസ് ആയിരിക്കും. അപ്പോൾ ഈ ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ വളരെ ഇൻറ്റഗ്രൽ ആയിട്ടൊരു പാർട്ടാണ്. അപ്പോൾ എങ്ങനെ ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷൻ നന്നാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള കമ്മീഷൻസിനെ കണക്ട് ചെയ്ത് അനലൈസ് ചെയ്യുന്നുണ്ടാവും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് ഓഫ് പേപ്പർ 2 എന്ന് പറയുന്നത്
സിഗ്നിഫിക്കൻ്റ് ഇഷ്യൂസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. അഡ്മിനിസ്ട്രേഷനിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, പുതിയതായി ഉയർന്നു വരുന്ന പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, മൊത്തത്തിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനെ എത്രത്തോളം നമുക്ക് മാറ്റി ഇന്നത്തെ പ്രശ്നങ്ങൾ ഒപ്പം ഹിസ്റ്റോറിക്കൽ കോണ്ടാക്സിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിക്കാനുള്ള സൊല്യൂഷൻസ് അതാണ് ഈ ഒരു സിലബസ് പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അനലൈസ് ചെയ്തത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പബ്ബാഡിൻ്റെ പേപ്പർ 2 സിലബസ് ആണ്.